കേരള NGO അസോസിയേഷൻ ചേർത്തല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. IAS-ഉം IPS-ഉം അതുപോലെ ജഡ്ജിമാർക്കും യാതൊരു മടിയുമില്ലാതെ ഗവൺമെന്റ് അവർക്ക് കൃത്യമായി DA കുടിശ്ശികയില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ കാരണം കണ്ടെത്താൻ നമ്മൾ പഠിപ്പുര വരെ പോകേണ്ട കാര്യമില്ല. കാരണം ഈ ഗവൺമെന്റിന്റെ എല്ലാ കൊള്ളകൾക്കും എല്ലാ അഴിമതികൾക്കും സ്വജനപക്ഷപാതത്തിനും കൂട്ടുനിൽക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞ വരേണ്യ വർഗത്തിന് മാത്രം DA നൽകിക്കൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇവിടുത്തെ സർക്കാർ ജീവനക്കാർ ഒന്നടങ്കം അവരെ അന്നന്നത്തുള്ള അന്നത്തിനുള്ള വക വാങ്ങാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഗവൺമെന്റ് ഈ വക ഒരു നയം സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ നമുക്ക് പറയാൻ പറ്റുന്നത് പിണറായിസം അല്ലെങ്കിൽ അത് ഒരു ഇടതുപക്ഷ നയമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പരിഷ്കരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള NGO അസോസിയേഷൻ ചേർത്തല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ, താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത്. ജില്ലാ വൈസ് പ്രസിഡന്റ് K. ഭരതൻ ഉദ്ഘാടനം ചെയ്തു. പ്രേംജിത്ത് ലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ജോസ് എബ്രഹാം, അഞ്ജു ജഗദീഷ്, ജില്ലാ കൗൺസിലർമാരായ രജിത്, ഷിയാസ്, സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. കേരള NGO അസോസിയേഷൻ ഏറ്റെടുത്തുകൊണ്ട് ജീവനക്കാരുടെ ഹൃദയവികാരങ്ങൾക്കൊപ്പം ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇന്ന് സമരമുഖത്താണ്. ഇവിടെ പറഞ്ഞു 18% DA കുടിശ്ശികയായിരിക്കുന്നു. പ്രഖ്യാപിക്കപ്പെട്ട DAയുടെ 117 ഗഡു ആദ്യമായി പോയിരിക്കുന്നു. പേ കമ്മീഷനെ വെക്കേണ്ട നാടുകൾ 1 വർഷം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമസ്ത മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലയാകട്ടെ, തൊഴിൽ മേഖലയാകട്ടെ, കയർ മേഖലയാകട്ടെ, മത്സ്യത്തൊഴിലാളികളുടെ മേഖലയാകട്ടെ, സകല മേഖലകളെയും തകർത്തെറിഞ്ഞ ഒരു ഗവൺമെന്റാണ് സർക്കാർ ഇവിടെ